കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ കെടുതികളും കൂടി വരുന്നു. കുണ്ടൻകുഴിയിൽ അന്തർ സംസ്ഥാന പാതയിൽ വലിയ വിള്ളൽ വീണു. ബന്തെടുക്കയിലെ ഉന്നതിയിൽ മരം കടപുഴകി വീട് തകർന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. പൊയ്നാച്ചി ബന്തെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ കുണ്ടൻകുഴി മൂന്നാംകടവ് റോഡ് ജംഗ്ഷന് സമീപത്തായാണ് റോഡിൽ വിള്ളൽ വീണത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കനത്ത മഴയ്ക്കിടയിൽ ഉഗ്രശബ്ദമുണ്ടായെന്നും ഇതിനു പിന്നാലെ 50 മീറ്ററോളം ദൂരത്തിൽ റോഡ് പിളരുകയായിരുന്നുവെന്നുമാണ് പരിസരവാസികൾ പറയുന്നത്. വിള്ളലിൽ കൂടി മഴവെള്ളം കുത്തിയൊലിക്കുന്നുണ്ട്. ശക്തമായ ഇടിമിന്നലിന്റെ ആഘാതത്തിലാണ് റോഡിൽ വിള്ളൽ വീണതെന്നാണ് പലരും സംശയിക്കുന്നത്. എന്നാൽ ഈ സമയം ഈ ഭാഗത്ത് പറയത്തക്ക രീതിയിലുള്ള ഇടിമിന്നലൊന്നും അനുഭവപ്പെട്ടിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ബസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് ഈ വിള്ളൽ വീണതെങ്കിൽ ഒരു ദുരന്തത്തിന് തന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ എന്നാണ് ഈ കാഴ്ച കണ്ടവരെല്ലാം പറയുന്നത്. ഏതായാലും അതൊഴിവായതിൻ്റെ ആശ്വാസത്തിലാണിപ്പോൾ ഈ നാട്ടുകാർ. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ബന്തെടുക്ക മാസ്റ്റർ വളപ്പുന്നതിയിലെ അശോകന്റെ വീട് തകർന്നു. ഈ സമയം അശോകന്റെ ഭാര്യയും അമ്മയും സഹോദരിയും വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ടയുടൻ ഇവർ ഓടി പുറത്തിറങ്ങിയതിനാലാണ് ആളപായം ഒഴിവായത്. അശോകൻ ജോലിക്കും 3 മക്കൾ സ്കൂളിലും പോയ സമയത്തായിരുന്നു അപകടം. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ നാട്ടുകാർ മരം മുറിച്ചു മാറ്റുകയായിരുന്നു. വീടിൻ്റെ ഒരു ഭാഗത്തെ ഓടുകൾ മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞു. മാത്രമല്ല അകത്തുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും വെള്ളത്തിൽ കുതിർന്നു. വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.